രാവിലെ ബാങ്കിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തിരിച്ചു വരുന്ന വഴി നമ്മളൊരു കോഫി ഷോപ്പിൽ കയറി കേട്ടോ, ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടുത്തെ ബട്ടർ ബൺ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഒരെണ്ണം ഒരാൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മട്ടിച്ചിങ്ങനെ തല കുടഞ്ഞു പോകും. അതുകൊണ്ട് ഹാഫ് ബട്ടർ ബൺ, പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട സ്വീറ്റ് പൊറോട്ട അതും ഹാഫ്, അങ്ങനെ അതും പകുതിയാക്കി കഴിച്ചു, വയറ് ഫുള്ളാക്കി. എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പാറു കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പാറുവുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ കോപ്രായങ്ങളൊക്കെ കാണിക്കും. ഇപ്പോൾ അവൾക്കും അറിയേണ്ട സ്വഭാവം, അതുകൊണ്ട് അവളെല്ലാത്തിനും നിന്ന് തരും കേട്ടോ. അതുകൊണ്ട് തന്നെ അവളുടെ തലയിലൊക്കെ ഇപ്പോൾ പൂവോ അല്ലെങ്കിൽ ഹെയർ ബാൻഡോ ക്ലിപ്പൊക്കെ വെക്കണമെങ്കിൽ അവളിങ്ങനെ അനങ്ങാണ്ട് നിന്ന് വരും കേട്ടോ. അവൾക്കിപ്പോൾ ഇഷ്ടമായി തുടങ്ങി മുടിയൊക്കെ കെട്ടി വെക്കണം. പക്ഷെ കുറച്ച് മുടിയുള്ളത്, അതുകൊണ്ട് കെട്ടാറായിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടി കുഞ്ഞ് ബുഷൊക്കെ തലയിൽ വെച്ച് കൊടുക്കും കേട്ടോ, വേദനിപ്പിക്കാണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചും കൂടി മുടി വളർന്നിട്ട് വേണം നല്ല ഭംഗിയിലൊക്കെ കെട്ടി വയ്ക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞല്ലേ, അപ്പോൾ ഭയങ്കര പതുക്കെ വേദനിപ്പിക്കാണ്ടാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇതൊരു കളിയാണ് ആൾക്ക്. ഇങ്ങനെ ബെഡിൽ വന്ന് കുറേ നേരം ഒളിഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ ഞാനും പാറും കൂടി ഒളിച്ചു കളിയുടെ സമയത്താണ് നമ്മുടെ തയ്ച്ചത് റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ആ ചേട്ടൻ വിളിച്ചത് കേട്ടോ. പിന്നെ വേഗം തന്നെ പോയി, നല്ല പൊരിവെയിലാട്ടോ, ഞാൻ സ്കൂട്ടർ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ വേഗം അവിടെ ചെന്നപ്പോഴത്തേക്കും ആ ചേട്ടൻ അതൊക്കെ മടക്കി റെഡിയാക്കി കവറിലാക്കി തന്നിട്ടോ. അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കൊടുക്കണതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. ആ റെഡ് കാണുന്നത് എൻ്റെ അളവ് ബ്ലൗസാണ് കേട്ടോ, അത് നമ്മുടെ വിദ്യ തയ്ച്ചതാണ്. അപ്പോൾ ഇതേ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. എനിക്കിങ്ങനെ ആരും ബ്ലൗസ് തയ്ച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. വിദ്യ തയ്ച്ച ബ്ലൗസ് അടിപൊളിയായിരുന്നു, അതാണ് ഞാൻ അളവ് ബ്ലൗസായിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതേ അളവിൽ തന്നെയാണ് ആ ചേട്ടൻ തയ്ച്ചത്. നല്ല കംഫർട്ടബിളായിട്ട് തോന്നിയിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിട്ട് തയ്ച്ചു. ഞാൻ ലൈനിങ്ങൊന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല, ആ ചേട്ടൻ തന്നെ ലൈനിങ്ങൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അതും നോക്കി ഇങ്ങനെ കുറേ കോപ്രായങ്ങളൊക്കെ കണ്ണാടിയിൽ കാണിച്ച് നിന്നു. ഇതെവിടെ പോകുമ്പോൾ ഇടണം, ഗുരുവായൂർ പോകണം, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വടക്കുന്നാഥൻ്റെ അവിടെ പോകണം, അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചു കുറേ നേരം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പാറും ചുറ്റും നടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കോപ്രായം കണ്ടിട്ട്. പിന്നെ അത് രാത്രിയായി, നമ്മുടെ പാറുവിന് ഉറക്കുക സീനാണ് കേട്ടോ. അത് പാവം തോന്നും കേട്ടോ ചില സമയത്ത്. ഇങ്ങനെ തിരിഞ്ഞു കിടക്കും, മറിഞ്ഞു കിടക്കും, അവൾക്ക് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം അവൾ കുറച്ച് നേരം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ നല്ല തണുപ്പല്ലേ, അപ്പോൾ തണുപ്പടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കിടക്കാൻ നേരത്ത് ഇതെടുത്തിടും. അപ്പോൾ അവൾ സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.